കൊല്ലം നെടുമ്പനയിൽ ലോക്കൽ സെക്രട്ടറിക്ക് പോലീസ് മർദ്ദനമേറ്റതിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ആരോപണം. കൊല്ലം DCC സെക്രട്ടറി ഫൈസൽ കുളപ്പാടമാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ലോക്കൽ സെക്രട്ടറി സജീവ് മദ്യപിച്ചെത്തി പ്രശ്നമുണ്ടാക്കിയെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. CMന്റെ ബൈറ്റിലേക്ക്. കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരിയോടൊപ്പം സ്റ്റേഷനിലെത്തിയ സജീവ് എന്നയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുകയും പിന്നീട് വീണ്ടും സ്റ്റേഷനിലെത്തി ബഹളമുണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ ക്രൈം നമ്പർ 1338/2025 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശരി, അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ സജീവിനെതിരെ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല എന്ന് ഫൈസൽ കുളപ്പാടം ന്യൂസ് മലയാളത്തോട് പറഞ്ഞിട്ടുണ്ട്. സഭയിൽ പറഞ്ഞ FIRലെ പ്രതി വിനോദാണെന്നാണ് ഫൈസൽ പറയുന്നത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കാര്യം, കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സജീവ് എന്ന് പറയുന്ന വ്യക്തി വന്ന് ആക്രോശിച്ച് ചീത്ത വിളിക്കുകയും തൊട്ടടുത്ത ദിവസം വന്ന് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. FIR എടുത്തപ്പോൾ അത് വിനോദ് എന്ന് പറയുന്ന ആൾ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി ഭാര്യയെ ഉൾപ്പെടെ ചീത്ത വിളിച്ചതുമായി ബന്ധപ്പെട്ട്, അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പുലിയിലായിൽ വെച്ച് സ്റ്റേഷനിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറം പുലിയിലായിൽ വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസാണ് എന്നുള്ള കാര്യമാണ്. ഷമീറാണ് വിവരങ്ങളുമായി നമുക്ക് ഉള്ളത്. ഷമീർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫൈസൽ കുളപ്പാടം പറയുന്ന അനുസരിച്ചാണെങ്കിൽ നിയമസഭയെ ഇന്ന് മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു അല്ലേ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തായിരിക്കാം ഈ ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഈ FIR പരിശോധിക്കുമ്പോൾ FIR നമ്പർ 1338/2025 വിനോദ് എന്നയാളുടെ പേരിലാണ് FIR ഉള്ളത്. ഈ വിനോദ് അവിടെ നേരത്തെ ഫൈസൽ കുളപ്പാടം പറഞ്ഞ പോലെ പുലിയിലയിൽ ഒരു മദ്യപിച്ച് സംഘർഷമുണ്ടാക്കിയ ഒരാളാണ്. ഇയാളുടെ കേസിൽ മധ്യസ്ഥത വഹിക്കാനായിട്ടാണ് ഇത്തരത്തിൽ ലോക്കൽ സെക്രട്ടറി സജീവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതും. ആ വിഷയത്തിൽ സംസാരിക്കവെയാണ് ഈ ലോക്കൽ സെക്രട്ടറി സജീവിനെ പോലീസ് കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് ഇട്ടുകയും ചെയ്തത്. നിലവിൽ സജീവിൻ്റെ പേരിൽ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസില്ല. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് സജീവൻ മദ്യപിച്ചു വരികയും സജീവിൻ്റെ പേരിൽ 1338/2025 എന്ന പേരിൽ കേസുണ്ടെന്നുമാണ്. എന്തായാലും നിലവിൽ ഈ സംഭവം ഇപ്പോൾ വിവാദമാക്കുകയാണ്. ഇത് വീണ്ടും നിയമസഭയെ പ്രക്ഷുബ്ധമാക്കുന്ന സംഭവങ്ങളാണ്. അതായത് ഈ വിഷയം നിയമസഭയിലടക്കം ഉന്നയിക്കാൻ പ്രതിപക്ഷം ഇതിനോടകം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സേതുലക്ഷ്മി. ഓക്കെ ഷമീർ, ശരി.